പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തായാലും ഒരു കോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മണി 12 ആവുന്നു. മഴയുടെ ഒരു കുരാപ്പുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷനിൽ DFIയുടെ ഓഫീസിൽ ഒരു കോൾ വന്നു. തിരുവനന്തപുരത്ത് നിന്ന് പമ്പയിലേക്ക് പോകുന്ന വഴിയിൽ അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അംഗൻവാടിയുടെ അടുത്ത് ഒരു ഹോളിനകത്തൊരു പാമ്പ് വന്ന് കയറിയത്. രാജവെമ്പാല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ കൗമുദിയുടെ നമ്മുടെ പ്രൊഡ്യൂസർ ശ്രീമാൻ കിഷോർ അവരോട് ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു രാജവെമ്പാല കിടന്ന് കറങ്ങുന്നുണ്ട്, പത്തനംതിട്ടയിലായിരിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ പാമ്പിനെ പിടിക്കാനുള്ള കോൾ വന്നു. നമ്മൾ എന്തായാലും ആ സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. എന്തായാലും നമുക്ക് ആ പാമ്പിനെ അല്ലെങ്കിൽ ആ രാജവെമ്പാല അല്ലെങ്കിൽ ആ കൃഷ്ണസർപ്പത്തെ പിടികൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ജിജ്ഞാസ, എൻ്റെ മനസ്സിലൊരു ജിജ്ഞാസ ഉണ്ടാകുന്നു. അതിനെ കിട്ടുമോ അല്ലെങ്കിൽ അത് പോകുമോ അല്ലെങ്കിൽ ജനങ്ങൾ മുന്നിൽ കാണിക്കാൻ കഴിയും. എന്തായാലും നമുക്ക് സമയം പാഴാക്കാനില്ല. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ, രാജവെമ്പാല കോളുന്ന എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് കിട്ടുകയാണെങ്കിൽ എൻ്റെ 60ാമത്തെ രാജവെമ്പാല. കഴിഞ്ഞ ആഴ്ച 59ാമത്തെ രാജവെമ്പാല പിടിച്ചു. ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് കിട്ടിയാൽ ഞാൻ 60ാമത്തെ രാജവെമ്പാല പിടിക്കുന്ന ഒരു വ്യക്തിയായി മാറും. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ഇനി നമുക്ക് സമയം കളയാനില്ല. മഴയുടെ ഒരു കുരാപ്പുണ്ട്. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ കോൾ വന്ന സ്ഥലത്ത് ഇതിനടുത്തൊരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് പത്തനംതിട്ട ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ്, DFO ഓഫീസ്. അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവിടെ ഓഫീസിൽ കയറി. ഓഫീസിൽ നിന്ന് RRT, അതായത് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു ടീമുണ്ട്. അവിടുത്തെ ഓഫീസർമാരെയും കൂട്ടി വേണം നമുക്ക് ഈ പാമ്പിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. എന്തായാലും നമ്മളിപ്പോൾ വളരെ അടുത്ത് ആ ഓഫീസ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് അവിടെ കയറി അവരെയും കൂട്ടി അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആ പാമ്പിൻ്റെ കോൾ വന്ന ആ സ്ഥലത്തേക്ക് പോകാം. എന്തായാലും നമ്മുടെ ഈ നിബിഡമായ വനങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. നമ്മൾ യാത്ര ചെയ്യുന്ന നിബിഡമായ വനത്തിനുള്ളിൽ കൂടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ സ്ഥലത്ത് ഈ പാമ്പിൻ്റെ കോളുന്ന സ്ഥലത്തെത്തി എത്താറാവുന്ന ഒരു 50-60 മീറ്റർ മാത്രമേ ഉള്ളൂ. നിബിഡമായ വനത്തിനുള്ളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നല്ല ഒരു മൂഡിലാണ്, അല്ലെങ്കിൽ നല്ലൊരു ത്രില്ലിലാണ്. കാരണം എനിക്ക് ഈ പാമ്പിന് ഇപ്പോൾ ഈ കണ്ടു എന്ന് പറഞ്ഞാൽ രാജവെമ്പാലയാണെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ രാജവെമ്പാല കൂടി പിടികൂടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ 60ാമത്തെ രാജവെമ്പാലയാണ് പിടികൂടാൻ കഴിയുക. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ രാജവെമ്പാല പിടിക്കുന്നതും പത്തനംതിട്ട ജില്ലയിൽ ആങ്ങാമൂഴി എന്ന് പറയുന്ന ആങ്ങാമൂഴി റേഞ്ചിൻ്റെ കീഴിൽ മൂഴിയാർ എന്ന് പറയുന്നത് KSCBയുടെ ഒരു ക്വാർട്ടേഴ്സിലാണ്. എന്തായാലും എനിക്കിനി പറയാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് എനിക്ക് ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് എൻ്റെ മനസ്സിലുണ്ട്. ആ സ്ഥലത്തെത്തി. ആ ഒരു 5 മിനിറ്റ് ആ കാണുന്നതാണ് സ്ഥലം തോന്നുന്നു. അതാ ജനങ്ങളെ കൂടി നിൽപ്പുണ്ട്. താഴെ പോകണം എവിടെ സാറേ? എൻ്റെ അമ്മ 8ൻ്റെ പണിയായിരിക്കുമല്ലോ. ഓക്കെ അത് അവിടെയാണല്ലേ. അപ്പോൾ ഏണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? ഏണി വേണം.
പണിയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെ കൂടെ ഇറങ്ങിയാലും പിടിച്ചോണ്ട് ഇറങ്ങണ്ടേ ഏട്ടാ, പിടിച്ചോണ്ട് ഇറങ്ങണ്ടേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു പുതിയ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. എന്തായാലും ഇന്നത്തെ കൗമുദി ടി വിയുടെ സ്നേക്ക് മാസ്റ്റർ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മളിന്ന് അപൂർവമായ ഒരു പുതിയ അതിഥിയെ തേടിയുള്ള യാത്രയായിരുന്നു. ആ സ്ഥലത്ത് ആ പുതിയ അതിഥിയെ പരിചയപ്പെടുത്താനായി നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മുടെ ഈ കൗമുദി ടി വിയുടെ സ്നേക്ക് മാസ്റ്റർ എന്ന പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ അതിഥി മേളിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞൻ രാജവെമ്പാല, കിങ്കോബ്ര, കരിഞ്ചാത്തി, കൂടുതൽ കരിഞ്ചാത്തി, കരിങ്കെവിളി എന്നറിയപ്പെടുന്ന, കരിങ്കോമാളി എന്നറിയപ്പെടുന്ന, കൃഷ്ണ സർപ്പം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പാമ്പാണ്. ഇവിടുന്ന് കണ്ടിട്ടൊരു പെൺ പാമ്പാണ്. ഏകദേശം നല്ല ഉയരത്തിലാണ്ടിരിക്കുന്ന ഏണിയൊക്കെ കൊണ്ടുവന്നതിനെ വൃത്തിയാക്കി എടുക്കാൻ കഴിയും. എന്തായാലും നമ്മുടെ ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ വിളിച്ചുവെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഫോറസ്റ്റിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്തെത്തി നമ്മളിനി അതിനെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ്. ഇവിടെ എല്ലാ ഫോറസ്റ്റിൻ്റെ ജീവനക്കാരും നല്ല നാട്ടുകാരും ഒക്കെ എല്ലാവരും ഉണ്ട്. എന്തായാലും നമുക്കിനി ഇവരുടെ സമീപനം നന്നായിട്ടിരുന്നാൽ മാത്രമേ, നല്ല സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് താഴേക്ക് ഇറക്കാൻ കഴിയത്. കടിയേറ്റാൽ 6 മിനിറ്റിനകത്ത് മരണം സംഭവിക്കാൻ അത്രയ്ക്ക് അളവിൽ വെനം ഇഞ്ചെക്ട് ചെയ്യുന്നൊരു പാമ്പാണ് രാജവെമ്പാല. രാജവെമ്പാലയുടെ കടിയേറ്റാൽ എനിക്കാണെങ്കിൽ തന്നെയും അതിനെ അതിജീവിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ആൾക്കാരെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരുടെ സഹായത്തോടെ ഈ ആൾക്കാരെ ഇവിടുന്ന് മാറ്റി നിർത്തിയിട്ട് ഏണിയൊക്കെ വെച്ച് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയുണ്ട്. എന്തായാലും നമുക്ക് ആ അതിഥിയെ പ്രേക്ഷകർക്ക് വേണ്ടി താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അല്ല സാറേ, നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. വേണ്ട നോക്കട്ടെ. ഏണി വരട്ടെ, ഞാൻ നോക്കട്ടെ. ഏണി വേണം. മറ്റേ ഏണിയുണ്ടോ? ഓ സാറേ, അല്ലല്ലോ, പറ്റില്ലല്ലോ. അടിക്കാം. നിങ്ങൾ ആരും എന്നോട് വരരുത്. ഇവിടെ നിന്നായി, ഇവിടെ ആരും വേണ്ട കേട്ടോ. ഞാൻ വന്നു, വേണ്ട വഴിയൊക്കെ ഞാൻ കണ്ടോളാം. നിങ്ങൾ നന്നായി. ഇതാണോ? ആരും വരല്ലേ. അശോക് സാറ് മാത്രം, അശോക് സാറേ, എല്ലാം മറ്റുള്ളവർ കയറി വരല്ലേ. വെട്ടുന്നതിന് മുന്നേ അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നറിയാം. നിങ്ങൾ ഇവിടെ നിൽക്കണം. ക്യാച്ചറുണ്ടല്ലോ, ഇവിടെ നിൽക്കണം. താഴോട്ടാണെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മറ്റേ ഇവിടെ നമ്മൾ എന്തെങ്കിലും താഴോട്ട് പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏണി വെച്ചാലേ പറ്റും, ഏണി എടുത്താലേ പറ്റും. ഏണിയെടുക്കാൻ പോയി കയറിട്ടാൽ നിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചവിട്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാലം അങ്ങോട്ട് മാറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇതിപ്പോൾ ഇവിടെ താഴേക്ക് പോയി നമുക്ക് ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഏണി വഴിയാൻ പെട്ടെന്ന് പോകാം. കാല് നമ്മൾ അതിൻ്റെ ഒരു തല ബാല നമ്മളിരിക്കും. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയാണ് നമ്മൾ നിൽക്കുന്നത്. ശബരിമലയ്ക്ക് പോകുന്ന സ്ഥലത്താണ്. എന്താ സാറേ ഈ സ്ഥലത്തിൻ്റെ പേര്? അട്ടത്തോടുന്ന സ്ഥലം. ഇവിടെ ജനവാസം ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരു അംഗൻവാടിയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഈ പാമ്പിനെ കണ്ടു. ഇത് രാജവെമ്പാല എന്നറിയപ്പെടുന്ന പാമ്പ്, അതായത് കിങ്കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ അതിസാഹസമാണ്. കാരണം ഇവിടെ ഒരു താഴേന്ന് എത്തിയെടുക്കാനും കഴിയില്ല, ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട് എടുക്കാനും കഴിയില്ല. അപ്പോൾ ഇതൊരു പാറയുടെ ഗ്യാപ്പിനകത്ത് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയ ഏണി ഗോവേണി കൊണ്ടുവന്ന് അതിനെ ഒന്ന് വൃത്തിയാക്കി കെട്ടിയൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ ഇതിനെ ഈസി ആയിട്ട് ഇവിടുന്ന് ഇറക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിനെ വലിയ അശ്രാന്ത പരിശ്രമം നടത്തേണ്ടി വരും. എന്തായാലും നമ്മളെ ടീം നമ്മളാണ് ഇവിടെ
ഇവരൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് ഇവരെല്ലാം പാമ്പിനെ ക്യാച്ച് ചെയ്യുന്നവരാണ്. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി റാപ്പിഡ് ഫോഴ്സിൻ്റെ കീഴിൽ ഇവരെല്ലാം പാമ്പിനെ ക്യാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ഇവിടെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ആണ് വരുന്നത്. അതായത് ഇതിനെ പിടിക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും നല്ല ഉഷാരന്മാരായി കാട്ടുന്നു. സാറേ ഇവരെ പുറകോട്ട് ഇറക്കി സാറേ, എല്ലാവരും പിടിച്ചോ. സാറേ ഒരു കമ്പ് മനു പിടിച്ചോ. അല്ല ആ ഒരു കമ്പ് നിങ്ങളുടെ കമ്പനി കോതിയെടുക്കുമോ? അതും പറയാം, വലിയ പോണം, അതും പോരാ. ബൈ നിങ്ങൾ കാണിക്കല്ലേ ബൈ, അത് വൃത്തിയാക്കി അല്ല അങ്ങോട്ട് നിങ്ങൾ താഴെ ബൈ, നിങ്ങൾ പുറകിൽ ചേട്ടാ പുറകിലിട്ടുന്നില്ലേട്ടാ. ഒരു കട്ടികളാമയോ കട്ടികളാമയോ സഹകരിക്കുവാ അല്ല ചേട്ടാ മൺ പറ്റത്തി അങ്ങോട്ട് പറ്റത്തി അങ്ങോട്ട് ആ തലേ മറുതലങ്ങൾ വെട്ട് മറുതല വെട്ടി ഷേപ്പാക്കി അത് മതി കൊടു. അത് നീട്ടെ നീളം കുറവാണ് കേട്ടോ താഴെ നിന്നിട്ടാ. മാറിക്കോ. നീങ്ങണ ആൾ കൂടുതൽ കേട്ടോ. അടുത്തോട്ട് വരരുത്
ചെറിയൊരു രാജവെമ്പാല അഥവാ കിങ് കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പാണ്. കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്റർ എന്ന എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ എന്ന പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പുതിയ അതിഥിയാണ് ഇദ്ദേഹം. കിങ് കോബ്ര എന്നറിയപ്പെടുന്ന, രാജവെമ്പാല എന്നറിയപ്പെടുന്ന, കൃഷ്ണസർപ്പം എന്നറിയപ്പെടുന്ന, ഇതിന് ഒട്ടനവധി പേരുകൾ, മറ്റ് വിഭിന്നങ്ങളായ പേരുകളുണ്ട്. ഇതിന് രാജവെമ്പാല എന്നും കിങ് കോബ്ര എന്നും കരിഞ്ചാത്തി എന്നും കൂടൻ കരിഞ്ചാത്തി എന്നും കരിങ്കവിളി എന്നും കൃഷ്ണസർപ്പം എന്നും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 4 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. പെൺ പാമ്പാണ്, പെൺ രാജവെമ്പാലയാണ്. ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ എന്തായാലും പിടികൂടി. നല്ല സൗന്ദര്യമുള്ള പാമ്പുകളിൽ ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പാമ്പിന് ഒരു പ്രത്യേകതയുള്ളത് ദേശീയ മൃഗം എന്നാൽ കടുവയാണ്, ദേശീയ പക്ഷി എന്നാൽ മയിലാണ്, ദേശീയ ഉരകം എന്നാൽ രാജവെമ്പാല എന്നറിയപ്പെടുന്ന ഈ പാമ്പാണ് ദേശീയ ഉരകം. ഇദ്ദേഹം എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് ആനക്കേറ്റാൽ ആനയ്ക്ക് അരമണിക്കൂറിനകത്ത് മരണം സംഭവിക്കും. മനുഷ്യനാണെങ്കിൽ 6 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. പക്ഷേ ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പോലും രാജവെമ്പാല എന്നറിയപ്പെടുന്ന ഈ സാധു പാമ്പിനെ കടിയേറ്റ് മരിച്ചായിട്ട് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. കടിയേറ്റാൽ ഉറപ്പാണ് മരണം സംഭവിക്കും. ഇതിന് മെഡിസിൻ ഇല്ല. ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ മെഡിസിനുള്ള ഒരേ ഒരു രാജ്യം അത് തായ്ലാൻഡ് മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇദ്ദേഹം പെട്ടെന്ന് ഇതിപ്പോൾ കുഞ്ഞൻ പാമ്പായിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് നമ്മൾ പിടികൂടുന്നത് മെയിൻ റോഡിൻ്റെ, അതായത് നമ്മുടെ തിരുവനന്തപുരം പമ്പ റൂട്ടിൽ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി വീടുകളുണ്ട്. ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട് ഇവിടെ. അപ്പോൾ അംഗൻവാടിയുടെ അധ്യാപികയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് പാമ്പ് ഒന്ന് ഇവിടെ കയറിയെന്ന്. എന്തായാലും അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ എന്തായാലും കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇത് റാന്നി DFOയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറയുന്ന വനമേഖലയിൽ മാത്രമേ ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യാൻ കഴിയൂ. എന്തായാലും ഞങ്ങൾ ഇദ്ദേഹത്തിനെ വെച്ച് ഇനി പരീക്ഷിക്കുന്നില്ല. ഇദ്ദേഹത്തിന് മെയിൻ റോഡായതുകൊണ്ട് വണ്ടി വാഹനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടി വാഹനങ്ങളെല്ലാം അപ്പുറം ഇപ്പുറം 2 സൈഡിലായിട്ട് ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായാലും നമുക്ക് ഈ സാധു പാമ്പിനെ അല്ലെങ്കിൽ രാജവെമ്പാല കൃഷ്ണസർപ്പത്തെ നമുക്ക് ചാക്കിലേക്ക് അടയ്ക്കാം. ഇദ്ദേഹം എന്തായാലും എന്നെ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇപ്പോൾ അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ. ഉൾക്കാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക. വാവ ദ സ്നേക്ക് മാസ്റ്റർ. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.